പലർക്കും ഈ കായയുടെ തോല് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറേ ആൾക്കാർ കളയൊക്കെ ചെയ്യും. അപ്പം മേലാൽ നേന്ത്രക്കായ വാങ്ങി കായ എന്തിനാച്ചാൽ കറിക്കോ വറക്കാൻ എന്താ ഉപയോഗിക്കുക. കായയുടെ തൊലി ഇങ്ങനെ വെച്ചാൽ നല്ലൊരു ഉപ്പേരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തങ്കം. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രക്കായ തോലും മമ്പയറും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. നമ്മൾ ഓണക്കാലത്തൊക്കെ നേന്ത്രക്കായ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കായ എടുത്തു കഴിഞ്ഞാൽ തൊലി കളയില്ലേ. ഇനി അത് നിങ്ങൾ കളയണ്ട. അതിന് വേണ്ട സാധനം നേന്ത്രക്കായ തൊലി ഇതാണ്. ഇത് ചെറുതാക്കി അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു നുള്ളി ഉപ്പിട്ട് കഴുകി ആ കറ കളഞ്ഞ് വെച്ചതാണ്, നുറുക്കി വെച്ചതാണ്. പിന്നെ ഒരു 200 ഗ്രാം മമ്പയർ കുതിർത്തി വേവിച്ചതാണിത്. പിന്നെ അതിലേക്ക് ഉപ്പ് വേണം, വറവിടാൻ വെളിച്ചെണ്ണ, കടുക്, കരിവേപ്പില, വറ്റൽമുളക്, പിന്നെ കറിയിലിടാനുള്ള ഉപ്പേരിയിലിടാനുള്ള മഞ്ഞൾപ്പൊടി, വെള്ളം, അത്രേ വേണ്ടു. അപ്പോൾ നമുക്ക് പയർ വേവിച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ഈ കായയുടെ തൊലി ഇടാം. അതിൻ്റെ കറി ഒന്ന് കളഞ്ഞു വെച്ചതാട്ടോ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. കാരണം ചിലവർക്കൊന്ന് കായയുടെ തൊലി ഉണ്ടാക്കാൻ അറിയില്ല. അപ്പം ഞാൻ ഇത് കാണിച്ചു തരാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിക്കും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പയർ വെന്ത കാരണം ഉപ്പിടുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ പയർ വേവില്ല. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് വേവേണ്ടി വരും. കുക്കറിലാണെങ്കിൽ ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. പയർ വെന്തതാണല്ലോ, കായത്തോല് ഒന്ന് വേവ് വേണ്ടു. പലർക്കും ഈ കായയുടെ തോല് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറേ ആൾക്കാർ കളയൊക്കെ ചെയ്യും. അപ്പം മേലാൽ നേന്ത്രക്കായ വാങ്ങി കായ എന്തിനാച്ചാൽ കറിക്കോ വറക്കാൻ എന്താ ഉപയോഗിക്കുക. കായയുടെ തൊലി ഇങ്ങനെ വെച്ചാൽ നല്ലൊരു ഉപ്പേരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഇത് തുറന്ന് നോക്കാം, വെന്ത് നോക്കാം. വെള്ളമൊക്കെ വെട്ടി വെന്തിരിക്കുന്നു. കറിക്ക് വറവിടണം. ഇപ്പം ചീഞ്ചട്ടി ചൂടായി. ഇനി എനിക്കൊരു 4-5 ടേബിൾ സ്പൂൺ ഒഴിക്കാട്ടോ വെളിച്ചെണ്ണ നല്ലോണം വേണം. വെളിച്ചെണ്ണ ചൂടായി. കടുകിടാം. 2 ടീസ്പൂൺ ഒക്കെ കേട്ടോ. കടുക് പൊട്ടട്ടെ. അപ്പോൾ കടുക് പൊട്ടി ഈ വറ്റൽമുളക് ഇടാം. കുറച്ച് കരിവേപ്പില കഴുകി വൃത്തിയാക്കി വെച്ചു. പൊട്ടിക്കഴിഞ്ഞു. ഇതൊന്ന് ഈ ഉപ്പേരി സാധാരണ ഉണ്ടാക്കുക നമ്മളെന്തെങ്കിലും വിശേഷം വരുമ്പോൾ നേന്ത്രക്കായ വറക്കാൻ എടുക്കില്ലേ, വറുത്തുപ്പേരി. അപ്പം അതിൻ്റെ തലേ ദിവസം ധാരണക്കാർ വന്ന് ഉപ്പേരിയൊക്കെ വറുത്തുപ്പേരിയൊക്കെ ഉണ്ടാക്കും. അപ്പം അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവും. അപ്പം അതും പയറും കൂടിയിട്ട് തലേ ദിവസം രാത്രിയിലത്തെ ഒരു ഉപ്പേരിയാണ്. പക്ഷെ നല്ല സ്വാദാണ് അതിന്. പിന്നെ ഒരു മുളൂർഷി ഉണ്ടാക്കും. നല്ലൊരു മോരും പപ്പടും ഉപ്പിലിട്ടതും. ഇതാണ് തലേ ദിവസത്തെ
ഉണ്ടാവുക. കുറച്ച് ആൾക്കാരൊക്കെ അല്ലേ, അത്രയും ബന്ധപ്പെട്ടവരല്ലേ വരുള്ളൂ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു തലേ ദിവസത്തെ ആ ഉപ്പേരിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അതാണ് ഈ കായയും പയറും കൂടിയിട്ടുള്ള ഉപ്പേരി. വെള്ളമൊക്കെ വലിഞ്ഞു. ഇതൊരു ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഒരു പച്ച വെളിച്ചെണ്ണയുടെ സ്വാദ് വരണമല്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. തലേ ദിവസം എല്ലാവരും കൂടി ബന്ധക്കാരൊക്കെ കൂടി നാളികേരം ചിരകുക, കായത്തോല് നുറുക്കുക, അതുകൊണ്ടൊരു ഉപ്പേരി ഒക്കെ നല്ലൊരു സ്വാദുള്ള സാധനമാണ്. ഇനി ഇതാണ് നേന്ത്രക്കായയുടെ തോലിയും പയറും കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഉപ്പേരി. മെഴുക്കുരട്ടി എന്നൊക്കെ പറയാം. പക്ഷെ ഇത് നല്ല സ്വാദാണ്. ഇതിന് വേണ്ട ഇത് കായയുടെ തൊലി ചെറുതാക്കി അരിഞ്ഞത്, പയറ് വേവിക്കുക, അതിലിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കുക, പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കരിവേപ്പിലയും വറ്റൽമുളകും കൂടി വറുത്ത് അതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് നേരം കിടന്നിട്ടൊന്നും നല്ലോണം ഒന്ന് എന്താ പറയുക, ഒന്ന് മൊരിയണം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതാവുക. നല്ല മോരും ഇതും ചോറും ഉപ്പിലിട്ടതും പപ്പടവും ആയ സൂപ്പറായിട്ടുള്ള ഊണാണ്. ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ.